നമസ്കാരം. തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആം ആദ്മി പാർട്ടിയിൽ ഉണ്ടായ ഒരു ഓപ്പറേഷൻ ലോട്ടസ് എന്ന് എല്ലാവരും വിളിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതായത് BJP-യിലേക്ക് ആൾക്കാരെ കൂട്ടുക. പ്രത്യേകിച്ച് ഇന്ന് പാർലമെന്റിൽ, രാജ്യസഭയിൽ 7 MP-മാരെ രാഘവ് ചെഡ്ഡയുടെ നേതൃത്വത്തിൽ BJP-യിലേക്ക് ജോയിൻ ചെയ്തേക്കാണ്. 10 MP-മാരിൽ, രാജ്യസഭ മെമ്പർമാരിൽ 7 പേരാണ് ചേർന്നിരിക്കുന്നത്. അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, ഇവർ അസംതൃപ്തരായിരുന്നു. മറ്റൊന്ന്, BJP-യുടെ പലവിധ ഓഫറുകൾ. പഞ്ചാബിലെ ഇലക്ഷൻ അടുത്ത വർഷം നടക്കാനിരിക്കുന്നു. BJP-ക്ക് വലിയ സ്വാധീനമില്ലാത്ത മേഖലയാണ് പഞ്ചാബ്. അതുപോലെ തന്നെയാണ് ശ്രീ കെജ്രിവാളിനെ പറ്റിയുള്ള ഒരു പ്രൈവറ്റ് ജോക്ക് ഞങ്ങളുടെ ഇടയിലുള്ളത്. ഇവിടെ അദ്ദേഹം ഹരിയാനയിലെ സോണിപ്പട്ടിൽ നിന്നുള്ള ഒരു ആളാണ്. ഹരിയാന കൺട്രി സൈഡ് എന്ന് പറഞ്ഞാൽ ഖാപ്പ് പഞ്ചായത്ത്, ജാട്ടുകളുടെ ഖാപ്പ് പഞ്ചായത്ത്, അതായത് വളരെ ഫ്യൂഡലായിട്ടുള്ള അവിടുത്തെ പട്രിയാർക്ക് നടത്തുന്ന ഒരു നീതിനായ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ഒരു ശൃംഖലയുണ്ട്. അതിലെ പട്രിയാക്കുകൾ അവരുടെ ഇഷ്ടം പോലെയാണ് വിധികളും മറ്റും ചെയ്യുന്നത്. ഗ്രാമത്തിലെ പഞ്ചായത്തിൽ കേജ്രിവാൾ അദ്ദേഹത്തിന്റെ പാർട്ടിയെ അങ്ങനെ ഒരു ഖാപ്പ് പഞ്ചായത്തായിട്ട് മാറ്റിയോ എന്നുള്ളൊരു സംശയം പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് എൻ്റെ സുഹൃത്തായ യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും ഈ പാർട്ടി വിട്ടപ്പോൾ അവർ സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ അത് ഏകദേശം സ്ഥിരീകരിക്കുന്ന മട്ടിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഞാൻ VK ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സിറിയ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി. എന്താണ് ഞങ്ങൾക്ക് ഡൽഹിയിൽ നിന്നപ്പോൾ പലപ്പോഴും ചിരിയാണ് വരുന്നത്. അതായത് ശ്രീ കെജ്രിവാൾ അദ്ദേഹത്തിന് എല്ലാ രാഷ്ട്രീയ വൃക്ഷവിൻ്റെയും നാരകനായിട്ട് സ്വയം അവതരിപ്പിക്കപ്പെടുകയും, പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ കൂടെ നിൽക്കുന്നവർ, പ്രത്യേകിച്ച് സ്വാതി മലിവാളിനെ പോലുള്ള ഒരു സ്ത്രീ, അവർ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് വന്നപ്പോൾ സന്ദർശിക്കാൻ പോയപ്പോൾ അതിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് മാൻ ഹാൻഡിൽ ചെയ്തു എന്നുള്ള ഒരു കേസ് വരെ ഉണ്ട്. അപ്പൊ എന്താണ് സാർ ഇത് കാണിക്കുന്നത്? അദ്ദേഹം ഈ അധികാരം കിട്ടുമ്പോൾ മറ്റു പലരെയും പോലെ ചെറിയ നേതാക്കൾ, ചെറിയ മനസ്സിന്റെ ഉടമകൾക്ക് നിലവിട്ട് അവർ പെരുമാറുമെന്ന് കേട്ടിട്ടുണ്ട്. അതാണോ കെജ്രിവാളിന് സംഭവിച്ചിരിക്കുന്നത്? നന്ദി ചെറിയാൻ. ആം ആദ്മി പാർട്ടിയുടെ ജനനം തന്നെ സംശയാസ്പദമായ സാഹചര്യത്തിലായിരുന്നു. ഞാൻ ആ സമയത്ത് ഡൽഹിയിലില്ല. അതിനു മുൻപ് തന്നെ ഞാൻ ഡൽഹി വിട്ടിരുന്നു. അതുകൊണ്ട് ആ 2011-13 കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ടാം UPA മന്ത്രിസഭയെ പുറത്തിറക്കുന്ന ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ, IAS, അതായത് വളരെ പ്രകടമായി തന്നെ ഒരു അർദ്ധ ഫാസിസ്റ്റ് എന്ന് വിളിക്കാവുന്ന അണ്ണാ ഹസാരെയെ പോലെയുള്ള ഒരാളെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭം ഉണ്ടാക്കുക. അതിന്റെ അലയിലാണ് 2014 RSS BJP അധികാരത്തിൽ വരുന്നത്. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ആപ്പ് നിർമ്മിക്കപ്പെടുകയാണ്. അത് വാസ്തവത്തിൽ RSSന്റെ ഒരു ട്രോജൻ കുതിരയായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് അവർ ഇറക്കി വിടുകയായിരുന്നു. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അവർക്ക് എപ്പോഴും RSSന് അവർ കാണുന്ന ഒരു ഗെയിം ഉണ്ട്. അതായത് BJPക്ക് എതിരായി ഒരു പാർട്ടി ഇല്ലെങ്കിൽ പിന്നെ ഏകകക്ഷി RSS ഭരണം എന്ന ചീത്തപ്പേര് വരും. അപ്പോൾ കോൺഗ്രസിനെ മാറ്റിക്കൊണ്ട് അവർക്ക് കൂടി സ്വീകാര്യമായ അവരുടെ മൃദു ഹിന്ദുത്വ ദേശീയത രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ഒരു B ടീം അവർക്ക് പ്രതിപക്ഷമായി ഇന്ത്യയിൽ വേണം. കോൺഗ്രസിനെ അവർക്ക് പുറത്താക്കുകയും വേണം. കോൺഗ്രസ് മുക്ത ഭാരത്, അത് തന്നെയാണ് RSSന്റെ ലക്ഷ്യം. ആ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരുപക്ഷെ നെഹ്റു കുടുംബമില്ലാതെ ഈ ആപ്പിനെ പോലൊരു പാർട്ടിയായി മാറുകയാണെങ്കിൽ, അവർ പേരുമെല്ലാം മാറ്റുകയാണെങ്കിൽ വേണമെങ്കിൽ RSS സ്വീകരിച്ചേക്കും. അല്ലാത്തിടത്തോളം കാലം അവർക്ക് ഇന്ത്യയിൽ അവർ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന അവരുടെ RSSന്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് എതിരല്ലാത്ത ഒരു പ്രതിപക്ഷ കക്ഷിയുടെ ആവശ്യമുണ്ടായിരുന്നു.
അത് IAC, ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന പ്ലാറ്റ്ഫോം RSS സ്പോൺസർ ചെയ്താണെന്ന് ഡൽഹിക്കാർക്ക് മിക്കവാർക്കും അറിയായിരുന്നു. നമ്മളെ പോലുള്ളവർക്ക്, എല്ലാ സാധാരണക്കാർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ അതിൻ്റെ വിവേകാനന്ദ ഫൗണ്ടേഷനും RSSഉം താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതിന് ബേസിസ് ആയിട്ട് വന്നത് ടെലികോം സ്കാം, അതായത് ഈ ഇമാജിനറി ലോസിന്റെ പുറത്തുള്ള ടെലികോം സ്കാം ആയിരുന്നു. അത് ഗോൾഡ് സ്കാം എന്ന് വന്നു. ഇതെല്ലാം കോടതികൾ വർഷങ്ങളായി നമ്മൾ നോക്കുകയാണെങ്കിൽ കോടതികൾ ഈ അലിഗേഷൻസ് ടെലികോം സ്കാം തൂത്തെറിഞ്ഞു. കോടതി ഗോൾഡ് സ്കാമും അതുപോലെ തന്നെ ഇരിക്കുന്നു. അതായത് അവർ ഊന്നിയ കറപ്ഷൻ എന്ന് പറയുന്നത് ഇമാജിനറി ആയിരുന്നു എന്ന് കോടതികൾ പറഞ്ഞിരിക്കുന്നു. അവിടെയാണ് സാർ ഇതിന്റെ കൊള്ളത്തരം ശരിക്കും വിളിച്ചു. വളരെ കൃത്യം, വളരെ കൃത്യം. എനിക്ക് മറക്കണ്ട, ചരിത്രത്തിൽ 2012 ശേഷം RSSന് സ്വീകാര്യമല്ലാത്ത ഒരു കാര്യത്തിനും മുന്നോട്ട് വന്നിട്ടില്ല. ഇനി കൃത്യമായി അറിയാം, ആർട്ടിക്കിൾ 320 കാശ്മീരിനെ സ്വതന്ത്ര പദവി എടുത്തു കളയുന്ന അതിനെ പൂർണ്ണമായി പിന്തുണച്ചു കേജ്രിവാളും കൂട്ടരും. പൗരത്വ നിയമത്തിനെതിരായി സ്ത്രീകൾ ഡൽഹിയിൽ രംഗത്തിറങ്ങിയപ്പോൾ അവർക്കെതിരെ നീങ്ങി ഡൽഹിയിൽ കേജ്രിവാൾ സർക്കാർ. എന്തിന്? ബർമയിൽ നിന്ന് വന്ന റോഹിംഗ്യ മുസ്ലിംസിന്റെ കാര്യം വന്നപ്പോൾ RSSനൊപ്പം നിന്നു ആപ്പ്. അയോധ്യ വിധി വന്നപ്പോൾ RSSനൊപ്പം നിന്നു. എന്തിന്? രാമന്റെ കൂടെ ഹനുമാൻ ചാലിസയും കൂട്ടിച്ചേർത്തു. അയോധ്യയിലേക്ക് ഡൽഹി സർക്കാർ പിൽഗ്രിമേജ്, അതായത് ഭക്തരെ കൊണ്ടുപോകാൻ ട്രെയിൻ സ്പെഷ്യലായിട്ട് ബുക്ക് ചെയ്ത് ഫ്രീ ആയിട്ട് കൊടുക്കും. അതെ, ഞാൻ പറയുന്നത് ഈ സൈദ്ധാന്തികമായ, ഈ ആദർശപരമായ, ആശയപരമായ ഒരേ മൂശയിൽ തീർത്ത ഒരു ബി ടീമിനെയാണ് RSS ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. പുറമേ കാണുമ്പോൾ അഴിമതി വിരുദ്ധമെന്നും ഡൈനാസ്റ്റി വിരുദ്ധമെന്നും നല്ല പ്രതിച്ഛായയെന്നും മധ്യവർഗ വിദ്യാർത്ഥികളെ കൊണ്ടുവരാൻ കഴിയുമെന്നും കാണിക്കുന്ന ഇത്തരം പ്രകടനങ്ങളിലൂടെ BJPക്ക് വളരാനുള്ള വഴി ഈ RSS ഇന്ത്യയിൽ ഉണ്ടാക്കുകയാണ്. ഞാൻ താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ 100% സൂചിക്കുന്നു. ഞാൻ അതിന് കുറെ ചീത്ത കേട്ടയാളാണ് കേരളത്തിൽ. അന്ന് ഈ ആം ആദ്മിയുടെ ഈ പറയുന്ന വിപ്ലവം, കപട വിപ്ലവം പൊട്ടപ്പോൾ കേരളത്തിൽ ജനാധിപത്യത്തിന്റെ ഒരു വലിയ അതിരേകമായിരുന്നു. MN കാരാശ്ശേരി ഗാന്ധിയെയും അണ്ണാ ഹസാരെയും ഒരുപോലെ കാണിച്ചുകൊണ്ട് പത്രങ്ങളിൽ വലിയ നീണ്ടൻ ലേഖനങ്ങൾ, ഇന്ത്യ ഇതാ രണ്ടാം വിപ്ലവം, ജയപ്രകാശ് നാരായണന് ശേഷം. MN കാരാശ്ശേരി ഗാന്ധിയൻ, എന്താണ് അദ്ദേഹം ഇപ്പോൾ ലിബറൽ, അദ്ദേഹം ഇപ്പൊ ഞാനും സഹകരിച്ച് പ്രവർത്തിക്കുന്നയാളാണ് ഈ RSSനെതിരായിട്ട്. പിന്നെ രണ്ടാമത് സാറാ ജോസഫ്, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സാറാ ജോസഫ്, അതിന്റെ പോകുന്നു, കേജ്രിവാളിനെ കാണുന്നു, ഇവരെല്ലാം കൂടെ. എന്നിട്ട് കേരളത്തിൽ ആപ്പ് സംഘടിപ്പിക്കുന്നു. ആ തൊപ്പിയുമിട്ട് സാറാ ജോസഫ് അതിന്റെ കേരളത്തിലെ സെക്രട്ടറി ആവുന്നു. കാൽനട ജാഥകൾ നടത്തുന്നു. ആപ്പിന്റെ പത്രത്തിന്റെ പത്രാധിപതിയാവുന്നു സാറാ ജോസഫ്. 2, 3 എന്താ നമ്മുടെ അദ്ദേഹത്തിന്റെ നീലകണ്ഠൻ, എന്താ ഇതിന്റെ മുഴുവൻ പേര്? ശ്രീ നീലകണ്ഠൻ, CR നീലകണ്ഠൻ വലിയ ആക്ടിവിസ്റ്റ് അല്ലേ? ഭയങ്കര മുതലാളിത്ത വിരുദ്ധനായിട്ട് ജനസേവനത്തിനും പരിസ്ഥിതിക്കും വേണ്ടി കേരളത്തിൽ പൊരുതി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയൊക്കെ വെട്ടി വീഴ്ത്തി എല്ലാ മാധ്യമങ്ങളുടെയും പ്രിയപുത്രനായ CR നീലകണ്ഠൻ ഈ ആപ്പിന്റെ തൊപ്പിയുമിട്ട് തെരുവ് ജാഥ നടത്തുകയായിരുന്നില്ലേ? ആപ്പിന് വേണ്ടി ലേഖനങ്ങൾ എഴുതുകയായിരുന്നില്ലേ? ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഞാനതിനെ കണ്ടത് ഇങ്ങനെയാണ്. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ ഒരിക്കലും കംഫർട്ടബിൾ അല്ലാത്ത, അത് മാർക്സിസത്തിന്റെ കുഴപ്പങ്ങളുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുഴപ്പങ്ങളും കൂടിയുണ്ട്. പക്ഷെ അതിനെ മുഖ്യ ശത്രുവായി കാണുന്ന ഒരു മലയാളി മണ്ടൻ വർഗമുണ്ട്. വേറെ ഒന്നും ബദലായിട്ടില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുഴപ്പങ്ങളിൽ മാത്രം അഭിരമിക്കുന്ന കോൺഗ്രസിൽ ചേരാനൊട്ട് അതിനുള്ള ധൈര്യവുമില്ല. അതാണ് കൽപ്പറ്റ നാരായണൻ എനിക്കിഷ്ടം, അവരെക്കാൾ ഇഷ്ടം. കൽപ്പറ്റ നാരായണൻ കോൺഗ്രസ്സുകാരൻ, ബുദ്ധിജീവിയാണ്.
അല്ല CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും അടിസ്ഥാനപരമായ ദൗർബല്യങ്ങളെ അയാൾ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനോട്. ഇവരങ്ങനെയല്ല, ഇങ്ങനെ ബുദ്ധിജീവികൾ അപ്പോൾ കാണുന്ന ഫാഷൻ ഉപയോഗിച്ച് അതിന്റെ വലിയ കുറച്ചു കാലത്തേക്ക് ആപ്പ് ഇവിടെ ശക്തിയാണെന്ന് പോലും തോന്നി.